സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറയാനുള്ള, അയ്യപ്പനെ രക്ഷിക്കാൻ നീ അയ്യപ്പന് മാത്രമേ കഴിയൂ എന്നുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ആ ശ്രീകോവിലിരിക്കുന്ന അയ്യപ്പനെ പോലും സംരക്ഷിക്കാൻ പിടിപ്പില്ലാത്ത, നമ്മൾ വിചാരിക്കും ഇവരൊക്കെ മണ്ടന്മാരാന്ന്. ഇവര് മണ്ടന്മാരല്ല, നമ്മളാ മണ്ടന്മാര്. ഇതൊക്കെ ഒരു സർക്കാരിന്റെ ദേവസ്വത്തിലേക്ക്, ഒരു അമ്പലത്തിലേക്ക് ഞാനോ നിങ്ങളോ വിശ്വാസത്തിന്റെ പേരിൽ ഒരു രൂപ ഇടുമ്പോ അത് സംരക്ഷിക്കാൻ കെൽപ്പുള്ള നട്ടലുള്ള ഒരു സർക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിലാണ് അത് ചെയ്യുന്നത്. അതിന് കഴിവില്ലാത്ത തോന്നിയ വഴിക്ക് പോറ്റിക്കും ഉണ്ണികൃഷ്ണനും ഒക്കെ എടുത്തു കൊടുക്കാൻ ഇതിന്റെ വാതിലും വാതിൽപ്പളയും ദ്വാരപാലക ശില്പങ്ങളും ഒക്കെ തോന്നുന്ന വഴിക്ക് എടുത്തുകൊണ്ടുപോകാൻ, രജിസ്റ്റർ തിരുത്താൻ, രജിസ്റ്ററിൽ മാറ്റി എഴുതാൻ ഒരു സംവിധാനവും കയ്യും കണക്കുമില്ലാത്ത അഴിമതിയുടെ കൂത്തരങ്ങായി കേരളത്തിന്റെ ദേവസ്വം ബോർഡുകൾ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാനും കഴിയുന്നത്. ഇപ്പൊ വിശ്വാസികൾക്ക് പ്രശ്നമില്ലേ? സംഘടനക്കാരൊന്നും പ്രതിഷേധിക്കാനില്ലല്ലോ, സംഘടനക്കാരൊന്നും പ്രതിഷേധിക്കാനില്ല, ആർക്കും പ്രയാസമില്ല. ഇപ്പൊ നേരത്തെ സർവീസ് സംഘടനക്കാര് പാടുന്നത് പോലെ ഒരു അരിയറും കിട്ടിയില്ല, ഒരു ടിഎയും കിട്ടിയില്ല, ഒരു പിഎയും കിട്ടിയില്ല, ഒരു അനുകൂല്യവും കിട്ടിയില്ല. അപ്പൊ നാലും പാട്ടുപാടിയേ പറ്റുള്ളൂ. ചെങ്കൊടിക്ക് കാവലാൾ ചെങ്കനൽ കണക്കൊരാൾ എന്ന് പാട്ടുപാടും. എന്നിട്ട് പുറകു പോയിരുന്ന് പൊട്ടിക്കരയുന്ന CIT-കാരുടെ അവസ്ഥയാണ് കേരളത്തിലെ മുഴുവൻ ഇടതുപക്ഷക്കാർക്കും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത്.